നിങ്ങൾക്ക് നല്ല തണുത്ത കടലിൽ കുളിക്കാൻ ആഗ്രഹമുണ്ടോ? അതും ഏത് കുട്ടിയെക്കോളും കുളിക്കാൻ പറ്റിയ ആഴത്തിൽ. സോ വെൽക്കം ടു സ്പ്ലിറ്റ് കൊറേഷൻ പാർട്ട് 3യിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കടൽ. സ്പ്ലിറ്റ് കൊറേഷ്യയിൽ വത്താൻ നിങ്ങൾ പോകേണ്ടതും അവിടെ പോയി കുളിക്കേണ്ടതും അത് ആസ്വദിക്കുകയും ചെയ്യേണ്ട ആയിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് കുളിക്കാനും പറ്റും, ആസ്വദിക്കാനും പറ്റും. ഞാൻ വന്നത് വിൻ്ററിലാണ്, ഏകദേശം ഒക്ടോബറിൽ. നല്ല തണുപ്പായിരുന്നു ഈ ഒരു വെള്ളത്തിന്. എന്നാലും ഞാൻ ഇറങ്ങി കുളിച്ചായിരുന്നു. എനിക്ക് നീന്തലറിയത്തില്ല, ബട്ട് സ്റ്റിൽ അത്രയ്ക്കൊരു ആഴം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങി കുളിക്കുകയും ചെയ്തു. സോ നമ്മളിങ്ങനെ ഈ ഒരു കടലിൻ്റെ ഞാനിപ്പോൾ നിന്ന സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം നടക്കും തോറും ഈ കടലിൻ്റെ ആഴം കൂടിക്കൂടി വരും. ഇപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്ത് ഒരാൾ അല്ലെങ്കിൽ ഒരു 1.5 ആൾ പൊക്കത്തിനൊരു താഴ്ചയാണ്. ഇവിടെ എന്തായാലും നീന്തൽ അറിയുന്നവരെ ഇറങ്ങാൻ പറ്റത്തില്ല. എല്ലാത്തിലും ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 8ന് പണി കിട്ടും. പിന്നെ ഇവിടെ നമുക്കിപ്പോൾ കാണാം ഒരു ചെറിയൊരു ഹാൻഡ് ബോൾ കണക്കത്ത് കളിക്കുന്ന ഒരു കോർട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ഈ സമ്മർ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ക്രൗഡഡാണ്. നല്ല വെള്ളത്തിന് ഇളം ചൂടും കാണും. അപ്പോൾ ഇവർ ഇറങ്ങി ഫുഡ് കഴിക്കാനും ഇവിടെ നമുക്ക് ഫുഡ് കഴിച്ച് കടൽ തീരം ആസ്വദിച്ച് നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എല്ലാം ക്ലോസ് ആണ്, കാരണം ഇപ്പം വിൻ്റർ സീസണാണ്, ടൂറിസ്റ്റുള്ള സമയമല്ല. ഇവിടെയാണ് ഈ സ്വിമ്മിങ്ങിന് വേണ്ടി ചാടത്തില്ലേ, ഫ്ലിപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ചാടുന്ന ഒരു ചെറിയ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഓടി വന്ന് ആൾക്കാരുടെ അടുത്ത് ചാടും. ഇവിടെ നല്ല ആഴമുണ്ട്, 2 ആൾ പൊക്കത്തിനുള്ള ആഴമുണ്ട്. ഇപ്പോൾ നീന്തലറിയാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. സോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നതാണ്. നമുക്കിപ്പോൾ കാണാം എന്ത് മനോഹരമല്ലേ ഈ ഒരു കാഴ്ചകൾ. എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. നമുക്കിത് ഉപ്പുവെള്ളത്തിൽ നമ്മൾ ഇറങ്ങി നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. എല്ലാത്തിനും ഫുൾ സെറ്റപ്പാണ്. ഇപ്പം ഒന്നുമില്ല, വിൻ്റർ ആയതുകൊണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മളിപ്പം ക്ലോസറ്റ് ടു സേഫ് സോൺ എന്ന് പറയും. ഇതാണ് ഇതുവരെയാണ് സേഫ് സോൺ. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല. സമ്മറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ അപ്പുറമൊക്കെ ഇരുന്ന് കുളിക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. എന്ത് മനോഹരമല്ലേ, എന്ത് ആ വെള്ളത്തിൻ്റെ തെളിച്ചവും നമുക്കിപ്പോൾ കാണാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാം, അല്ലെങ്കിൽ കാല് കഴുകാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. ജസ്റ്റ് ഇതുവരെയാണ് സേഫ് സോൺ. നമുക്കിപ്പോൾ കാണാം ഒരു ചെറിയൊരു ആരോ, അതൊരു സേഫ് സോൺ. പിന്നെയും കുറച്ച് അങ്ങോട്ട് പോകും. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ഏകദേശം ഒരു റൗണ്ട് അടിക്കാം. ഞാൻ പക്ഷെ അങ്ങനെ അത്രയും പോയിട്ടില്ല. ഞാൻ ഇതുവരെ പോയതേ ഉള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ബാത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇവിടെയാണ് സോ ഫീൽ ക്രൗഡഡ് ഇവിടെയാണ് വരുന്നത്. കാരണം നമുക്ക് ആ കല്ലിൻ്റെ അവിടെയൊക്കെ പോയി നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. ഇത് പ്രത്യേക ഷവറല്ലേ, നമ്മൾ മറ്റേ കണ്ടതിലും പ്രത്യേകിച്ച് ഇവിടെയും വെള്ളമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വിൻ്റർ സമയത്ത് അവർ ഓണാക്കത്തില്ല. ഇത് പ്യൂർ, അതിനകത്ത് ഉപ്പ് വെള്ളമല്ല വരുന്നത്. ഇവിടെയും ഏകദേശം നമുക്കൊരു എന്താ പറയുക, ഒരു ഐലൻഡ് എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഇതിൻ്റെ നടുക്ക് പോയി നമുക്ക് ഈ ഒരു വ്യൂവൊക്കെ ആസ്വദിക്കാം. പ്രത്യേകിച്ച് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടേക്ക്. അപ്പോൾ ഇതുപോലെ യൂറോപ്യൻ വിശേഷങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കാത്തിരിക്കുക, സ്റ്റേ ട്യൂൺ. സോ ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ലൈഫ് എൻജോയ് ചെയ്യുക, സൊസൈറ്റി പറയുന്ന കണക്ക് ജീവിക്കില്ല, നിങ്ങൾക്ക് ജീവിക്കാവുന്ന പോലെ ജീവിക്കുക.